ഹലോ ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് ഒരു ചെറിയൊരു കുളം പിടിക്കാണ്. ചെറിയൊരു കുളം എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല. ഒരു 5-6 ലക്ഷം രൂപ ഒരു ചിലവാക്കി നല്ല അടിപൊളി കല്ലൊക്കെ വെച്ച് കെട്ടി വലയൊക്കെ ഇട്ട് കെട്ടിയ അടിപൊളി കുളമായിരുന്നു. അപ്പോൾ ലേശം ഡാമേജ് വന്നു നമ്മുടെ കുളത്തിൽ നിന്ന്. 2 മീനൊക്കെ ചത്തപ്പോൾ അവർ പറഞ്ഞു ഈ കുളം അതിലുള്ള അത്യാവശ്യം മീനുകളൊക്കെ പിടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മൾ. അപ്പോൾ നോക്കിയപ്പോൾ 1-2 മീൻ 2-3 സൈറ്റ് ചത്തു. ഒന്ന് നട്ടറും പിന്നെ അത്ര വലിയ മീനുകളൊന്നും ഇതിലില്ല. അപ്പോൾ നമ്മളെ കൂടെ വന്നേക്കുന്നത് ഒന്ന് ഗിരീഷേട്ടൻ, ഒന്ന് നിതീഷാണ്. അപ്പോൾ പരമാവധി എത്ര വലിയ മീനുകളൊക്കെ പിടിക്കുക. വലിയ അത്ര വലുതൊന്നും ആയിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ അതിൽ നമ്മൾ ബാക്കി നിർത്തിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള മീനുകളെ മാത്രം പിടിച്ച് കുളമൊന്ന് ക്ലീനാക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് വല നമ്മളിപ്പോൾ സഞ്ചിയിലെടുത്ത് നേരെ സഞ്ചിയിലെടുത്തിട്ട് നേരെ വീശിയാണ് കൊണ്ട് വലിയ വിരിച്ചിലൊന്നും വിരിഞ്ഞില്ലെങ്കിലും അതിൽ അത്യാവശ്യം നല്ലോണം മീനുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ മീൻ. അപ്പോൾ ഇതിൽ രോഹുണ്ട്, കട്ട്ലയുണ്ട്, വാളയുണ്ട്, പിലാപ്പിയുണ്ട്, കണ്ട ഗോൾഡൻ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ സൈസ്. ഇതിനും വലിയ സൈസൊന്നും ഈ മീനുകൾ വലുതായിട്ടില്ല. പക്ഷെ അപ്പോഴത്തേനും ഒരു ചത്തു പൊന്തിയതിൻ്റെ കാരണം കൊണ്ട് ആൾ നമ്മളോട് കുളം വൃത്തിയാക്കി സെറ്റാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു നൈസ് കുളംപിടുത്തമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുമല്ലോ. അപ്പോൾ ഫിഷ് ആൻഡ് വേസ്റ്റ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വാള ശരിക്കും കുടുങ്ങിയല്ലേ. വീശിട്ടേ ഞാൻ കൊളത്തിപ്പോടാ വലയല്ല പോയത് അതൊന്നും ഞാൻ പിടിക്കുന്നത്. മീനൊക്കെ അടിക്കണല്ലോ. നമ്മൾ വല കെട്ടി അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലിച്ചു മുറുക്കി കെട്ടാനുണ്ട്. കുളത്തിൽ മീനൊക്കെ ഏതാണ്ട് തീർന്നു, ഇനി കുറച്ചും കൂടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞു കുളംപിടുത്തം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.